നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേട്ടാ എന്നാണ് ഇനി NHSലെ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് നേഴ്സുമാരെ ഇപ്പോൾ എടുക്കുന്നുണ്ടോ? NHSലെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലണ്ടനിലെ ഹോസ്പിറ്റലുകൾ ഡയറക്റ്റ് ഇന്ത്യയിൽ വന്ന് നേരിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുകയാണ്. അതിപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത ജൂണിലേക്കാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അന്നേരം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് NHSലെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. അന്നേരം വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ, NHSകൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെയും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഒരിക്കലും അത് NHS റിക്രൂട്ട്മെന്റ് ബാൻ ചെയ്തിരുന്നില്ല. കുറച്ച് റിക്രൂട്ട്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പൂർണ്ണമായ രീതിയിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ വെയിൽസിൽ നിന്നുള്ള ഒരു ഹോസ്പിറ്റലുകൾ ഏകദേശം 250 നേഴ്സുമാരെ കൊണ്ടുവരുന്നുള്ള കരാറ് കേരള ഗവൺമെന്റുമായിട്ടൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നോർത്ത് വെസ്റ്റ് ലണ്ടൻ ഹോസ്പിറ്റലിലാണ് NHSലേക്ക് റിക്രൂട്ട്മെന്റ് ആരംഭിക്കുന്നത്. അവർ ഡയറക്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെയാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂണിലേക്കാണ്. അതോടൊപ്പം തന്നെ അവർ റേഡിയോഗ്രാഫേഴ്സിനെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട്, അതുപോലെ തന്നെ ദുബായിലും അവരുടെ സെന്റേഴ്സിൽ അവർ വന്നിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ അതിനു മുമ്പ് വേണ്ടി നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും ഇന്റർവ്യൂവിന് വേണ്ടി അവർ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ വെയിൽസിലേക്കുള്ളതിന്റെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റ് ലണ്ടൻ ഇപ്പോഴത്തെ ഈ ഇന്റർവ്യൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു ഏജൻസിയും അവർ യൂസ് ചെയ്യുന്നില്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് UK-ലേക്ക് ഏത് നേഴ്സ് വന്നാലും അത് ഏതെങ്കിലും ഏജൻസികൾ വഴിയായിരുന്നു വരുന്നത്. അന്നേരം NHSന് അതൊരു വൻ ബാധ്യതയായിരുന്നു. കാരണം ഈ നേഴ്സുമാരെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഈ ഏജൻസിക്കും ഒരു വൻ തുക അവര് കമ്മീഷനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അങ്ങനെ കമ്മീഷൻ മേടിച്ച് പല ഏജൻസികളുമാണ് നേഴ്സുമാരെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ആ ഇടയ്ക്കുള്ള ഏജൻസികളെ ഒഴിവാക്കി കഴിയുന്നതും കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്റ്റാഫിനെ UK-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് വെസ്റ്റ് ലണ്ടൻ ഹോസ്പിറ്റലിലെ കീഴിൽ അവർ പ്രത്യേകം ഒരു റിക്രൂട്ട്മെന്റ് ടീമിനെ സെറ്റ് ചെയ്തെന്നാണ് പറയുന്നത്, ഇതിനു വേണ്ടി മാത്രമായിട്ട്. അന്നേരം അവർക്ക് ഇങ്ങനെ ഔട്ട്സൈഡിൽ കൊടുക്കുന്ന പൈസ ഒഴിവാക്കി കഴിയുന്നത്ര ചെലവ് കുറച്ച് ആൾക്കാരെ UK-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അന്നേരം നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അവർ പറഞ്ഞിട്ടുണ്ട്, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവരായിരിക്കണം. എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷത്തേക്കെങ്കിലും എക്സ്പീരിയൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അത്രയും ഉള്ളവർ നിങ്ങൾ IELTS OET റിക്വയർഡ് സ്കോറിലൂടെ പാസ് ആയിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാമല്ലോ റിക്വയർഡ് സ്കോർ എന്താണെന്നുള്ളത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്ങിന് 7ഉം റൈറ്റിങ്ങിന് 6.5 ആണ് IELTS അക്കാഡമിക്കിന് നമുക്ക് വേണ്ടത്. അന്നേരം അതിപ്പോൾ നമുക്ക് 2 സിറ്റിങ്ങിലൂടെ ആ സ്കോർ നേടിയാലും നമുക്ക് UK-ലേക്ക് വരാൻ സാധിക്കുന്നതാണ്. 2 വർഷത്തിനിടയ്ക്കുള്ള സ്കോറുകളാണ് അതിന് പരിഗണിക്കുന്നത്. ഈ 2 വർഷത്തിനിടയ്ക്കുള്ള സ്കോർ ആണെങ്കിൽ പോലും അത് 12 മാസത്തിന് ഇടവേളയിൽ എഴുതിയ എക്സാമുകളായിരിക്കണം എന്നവർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ 2 സ്കോറുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ, ക്ലബിക്കാണ് അത് പറയുന്നത്, 2 സ്കോർ കമ്പൈൻ ചെയ്യുമ്പോൾ അത് IELTSലെ 2 സ്കോറുകൾ മാത്രമേ പറ്റത്തുള്ളൂ. IELTSഉം OETയും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. IELTS എഴുതി 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ IELTSന്റെ സ്കോറുകൾ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ റിക്വയർഡ് സ്കോറായ 7ൽ നിന്ന് 0.5 കുറവാണെങ്കിലും കുഴപ്പമില്ല. അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്ങിന് ഒരു സിറ്റിങ്ങിന് 6.5ഉം അടുത്ത സിറ്റിങ്ങിന് 7 കിട്ടിയാലും നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റിങ്ങിന് ഒരു സിറ്റിങ്ങിന് 6 ആയി പോയാലും കുഴപ്പമില്ല, അടുത്ത സിറ്റിങ്ങിന് 6.5 നേടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലബ് ചെയ്ത് വരാൻ സാധിക്കുന്നതാണ്. അന്നേരം അതിപ്പോൾ നമ്മൾ OET ആണ് എഴുതുന്നതെങ്കിൽ നമുക്ക് അതിന്റെ റെക്കോർഡ് സ്കോർ ആയിട്ട് വരുന്നത് റീഡിങ്, സ്പീക്കിംഗ്, ലിസണിങ്ങിന് Bയും റൈറ്റിങ്ങിന് C+ഉമാണ് OET എക്സാമിന് നമുക്ക് വേണ്ട സ്കോർ. അവിടെയും നമുക്ക് 0.5 സ്കോർ കുറവുണ്ട്. ഏതെങ്കിലും ഒരു മോഡ്യൂളിന് കുറവുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു സിറ്റിങ്ങിൽ ആ ഒരു മോഡ്യൂളിനൂടെ കറക്റ്റ് സ്കോറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് ക്ലബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് 2 സിറ്റിംഗ് എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിങ്ങിൽ നമുക്ക് റിക്വയർഡ് സ്കോർ വേണം. അതല്ല, ഒരു സിറ്റിങ്ങിന് നമുക്ക് 0.5 കുറവായാലും കുഴപ്പമില്ല. അങ്ങനെ നമുക്കത് ക്ലബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം അങ്ങനെ ക്ലബ് ചെയ്ത് നമുക്ക് UK-ലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അന്നേരം ഇങ്ങനെ IELTSO OETയോ പാസ്സായവരായിരിക്കണം. അത് കൂടാതെ CBT എഴുതി പാസ്സായവരാണെങ്കിൽ, NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് CBT എഴുതി പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിനൊക്കെ മുൻഗണന ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അന്നേരം കഴിയുന്നതും നിങ്ങൾ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും, പലരും പറയും ഇനി UK-ൽ റിക്രൂട്ട്മെന്റ് നടക്കില്ല എന്നൊക്കെ പറയും. അതിനൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും UK-ൽ റിക്രൂട്ട്മെന്റ് നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ പലരും പറയുന്നത് ഫണ്ടിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ് റിക്രൂട്ട്മെന്റ് നടത്താത്തതെന്നാണ്. അന്നേരം നമ്മൾ ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് UK-ൽ ഇപ്പോൾ പല NHSകളിലും ഇവിടെ ഏജൻസി സ്റ്റാഫുകളെ യൂസ് ചെയ്യാറുണ്ട്.
യു കെയിലെ നോർമൽ ആയിട്ടുള്ള സാലറി എന്ന് പറയുമ്പോൾ ബാൻഡ് 5 നേഴ്സിന് കിട്ടുന്ന 15 പൗണ്ടോ 16 പൗണ്ടോ ഒക്കെ ആയിരിക്കും മണിക്കൂറിന് കിട്ടുന്നത്. ഒരു ഏജൻസി സ്റ്റാഫ് വരുമ്പോൾ ആ ഏജൻസിക്ക്, അതായത് സ്റ്റാഫിനല്ല, ആ ഏജൻസിക്ക് ഏറ്റവും കുറഞ്ഞത് ഈ NHS പേ ചെയ്യുന്നത് മണിക്കൂറിന് 40 പൗണ്ടൊക്കെയാണ്. അതായത് ഒരു മണിക്കൂറിന് 25 പൗണ്ട് വരെ എക്സ്ട്രാ ആയിട്ട് ആ ഏജൻസിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു ദിവസം ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരൊറ്റ ഷിഫ്റ്റിന് ഏകദേശം 300 പൗണ്ട് ഒരു സ്റ്റാഫിന് വേണ്ടി NHS എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുകയാണ്. അന്നേരം ഒരു ദിവസം ഒരു 5 സ്റ്റാഫ് NHS വന്നാൽ തന്നെ 1500 പൗണ്ടോളം അവർ എക്സ്ട്രാ ഏജൻസിക്ക് കൊടുക്കുകയാണ്. അന്നേരം 10 ദിവസം ആകുമ്പോഴത്തേക്ക് 15,000 പൗണ്ട് ആവും. അന്നേരം ഈ 15,000 പൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് 2-3 പേരെ റിക്രൂട്ട് ചെയ്ത് യു കെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഫുൾ ട്രെയിനിങ് അവർക്ക് കൊടുക്കാനൊക്കെ ഈ എക്സ്പെൻസിൽ നിന്ന്. അന്നേരം ഇത് ഫണ്ടിന്റെ അപര്യാപ്തതയല്ല, ആ ഫണ്ട് കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ്. അന്നേരം മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവര് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ട് വിദേശ റിക്രൂട്ട്മെന്റ് ചെയ്യാനും NHS പ്രവർത്തനങ്ങൾ നല്ലപോലെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, നമ്മുടെ നാട്ടിൽ നിന്നുള്ള കഴിവുള്ളവരെയൊക്കെ ഈ സ്ഥാനങ്ങളിലേക്ക് നിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, യു കെയിലെ NHS ടോപ്പ് മാനേജ്മെന്റ് ടീമിലൊക്കെ മലയാളികളും ഒക്കെ കുറവാണ്. അവിടെയൊക്കെ നല്ല കഴിവുള്ള മലയാളികളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വളരെ നല്ലതുപോലെ തന്നെ NHS റണ്ണ് ചെയ്യും. പക്ഷെ ഇതിനകത്ത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവിടെയും തട്ടിപ്പുള്ള ആൾക്കാർ കയറി കഴിഞ്ഞാൽ അവരും ഇതിനകത്ത് നിന്നെല്ലാം തട്ടിപ്പുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ നല്ല കഴിവുള്ള സത്യസന്ധരായുള്ള ആൾക്കാരൊക്കെ ഈ മാനേജ്മെന്റ് ടീമിന്റെ, അതായത് NHS മാനേജ്മെന്റ് ടീമിന്റെ ഒക്കെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴുള്ള ഫണ്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ട് NHS വളരെ മനോഹരമായിട്ട് റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ പലരും പറയുന്നു ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് ഇനി ഇതിനകത്ത് മാറ്റങ്ങൾ വരികയുള്ളൂ. എനിക്ക് ഒരു കാര്യത്തിലും ഇതുവരെ മനസ്സിലാകാനൊക്കാത്തതെന്ന് വെച്ചാൽ ഇലക്ഷനും ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ്. ഇനിയിപ്പോ ഇലക്ഷൻ അടുത്ത ജനുവരിയിലാണെങ്കിൽ അതുവരെ NHS ഫണ്ട് കൊടുക്കുകയില്ലേ? അന്നേരം ഇവിടെ നേഴ്സുമാരില്ലാത്ത NHS ചികിത്സയില്ലാതെ രോഗികൾ മരിച്ചു പോകട്ടെന്ന് ഗവൺമെന്റ് വിചാരിക്കും. അന്നേരം ആ NHS ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് NHS റിക്രൂട്ട്മെന്റ് മരവിച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് കാര്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോ ഋഷി സുനക്കിന് 2025 ജനുവരി വരെ ടൈം ഉണ്ട് അടുത്ത ഇലക്ഷൻ നടക്കുന്നതിന് വേണ്ടി. അന്നേരം അടുത്ത റിക്രൂട്ട്മെന്റ് 2025 ജനുവരി കഴിഞ്ഞ് മതിയെന്നാണോ എല്ലാവരും പറയുന്നത്? കാരണം പലരും പറയുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. ഒഫീഷ്യലായിട്ട് ഒരു ന്യൂസും കണ്ടില്ല അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി റിക്രൂട്ട്മെന്റ് നടക്കൂ എന്നുള്ളത്. പലരും ഓരോന്നങ്ങ് പറഞ്ഞിറക്കുകയാണ്. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റ് ലണ്ടൻ ഓവർസീസ് റിക്രൂട്ട്മെന്റ്, നോർത്ത് വെസ്റ്റ് ലണ്ടൻ ഓവർസീസ് റിക്രൂട്ട്മെന്റ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അതിനകത്ത് അവർ വളരെ വിദഗ്ധമായിട്ട് അതിന്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അവരാരാണ്, അവരെന്താണ് ചെയ്യുന്നത്. അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അഡ്വർടൈസ്മെന്റ് ആൻഡ് കാൻഡിഡേറ്റ് അട്രാക്ഷൻ, സ്ക്രീനിങ് ആൻഡ് ഇന്റർവ്യൂ സെലക്ഷൻ, ഇൻ കൺട്രി റിക്രൂട്ട്മെന്റ് ഇവന്റ്സ്, ഓഫർ മാനേജ്മെന്റ് ആൻഡ് കംപ്ലയൻസ്, ഓൺ ബോർഡിംഗ് ആൻഡ് ആഫ്റ്റർ കെയർ. അതായത് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാലം ഏജൻസികൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഡയറക്റ്റ് ആയിട്ട് അവർ തന്നെ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ ടൗണുകളിലും അതുപോലെ തന്നെ UAE റിക്രൂട്ട്മെന്റ് നടത്തുമെന്നാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവരത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂണിലേക്കാണ്. അവരുടെ സാലറി സ്കെയിൽ നല്ല സ്കെയിലാണ്. 32,720 പൗണ്ടാണ് അവർ ബാൻഡ് 5 നേഴ്സിന് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. നമുക്കറിയാമല്ലോ, യുകെയിലേക്ക് വരുമ്പോൾ നമ്മൾ ബാൻഡ് 4 വരുന്നത്. അന്നേരം ബാൻഡ് 4 ടോപ്പ് സാലറി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് NHS ലണ്ടൻ ആയതുകൊണ്ടാണ് ഈ 32,720 പൗണ്ട് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അവര് എംപ്ലോയർ വിൽ കവർ കോസ്റ്റ് ഓഫ് 3-year സ്പോൺസർഷിപ്പ്, വിസ, ഫ്ലൈറ്റ്സ് ടു ദ UK ആൻഡ് 2 months പെയ്ഡ് അക്കോമഡേഷൻ. അതായത് UK വരുന്നതിനുള്ള COS ഫ്ലൈറ്റ്, വിസ ഉൾപ്പെടെ എല്ലാം അവര് ചെയ്യും. അതോടൊപ്പം തന്നെ 2 മാസത്തെ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ OSCE എഴുതാനുള്ള ട്രെയിനിങ് കിട്ടും, OSCE എഴുതാനും കിട്ടും. എന്നാൽ നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും ചെലവാക്കേണ്ടി വരികയില്ല. അന്നേരം നല്ലൊരു അവസരമാണ്, എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിനെ അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നോക്കുക. അവരുടെ വേക്കൻസികൾ അവർ പറഞ്ഞിരിക്കുന്നത് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രാക്ടീഷണേഴ്സ്, അവർക്കും ഉള്ള വേക്കൻസികൾ ഉണ്ട്. അന്നേരം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായ കാര്യങ്ങൾ അവരുടെ വെബ്സൈറ്റിലുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കാം, അത് നോക്കുക. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കുക. അതിന്റെ ഇമെയിൽ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരുടെ ടീമിനെ ബന്ധപ്പെടാവുന്നതാണ്. അവരെ നിങ്ങളെ സഹായിക്കാനായിട്ട് കാണും. നിങ്ങൾക്ക് ഇമെയിൽ അയച്ച സംശയങ്ങൾ ചോദിച്ചാൽ അവർക്ക് അതിനുള്ള മറുപടി എല്ലാം നിങ്ങൾക്ക് അവർ തരുന്നതായിരിക്കും. അന്നേരം ഇത് നോർത്ത് വെസ്റ്റ് ലണ്ടൻ ഹോസ്പിറ്റലാണ്, അതായത് ഇന്നർ ലണ്ടനിലാണ് വരുന്നത്. അന്നേരം നമുക്ക് ഇച്ചിരി എക്സ്പെൻസീവായ സ്ഥലമാണ്, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനു വേണ്ടി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നേഴ്സായിട്ടാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ണറെയും കുട്ടികളെ എല്ലാം യുകെയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ബാക്കി UK നമുക്ക് സാധാരണ വരുമ്പോൾ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.